You don't sacrifice for what you want, then what you want will become sacrifice. Okay? മനസ്സിലായോ? നിങ്ങൾക്ക് നേടാനുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി, നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യാൻ, അതായത് വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരും. ക്ലിയർ? So if you don't sacrifice for what you want, then what you want become the sacrifice. അപ്പൊ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നേടാനുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറാവണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിട്ടുകൊടുത്തല്ലേ നിങ്ങളും ഞാനും ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളിപ്പോ വിദേശ രാജ്യം സൗദി അറേബ്യയിൽ വന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകൊടുത്തില്ലേ? ഫാമിലി, നമ്മുടെ നാട്, ആ മഴയും ആ കാറ്റും ആ ഗ്രൗണ്ടും അല്ലേ, ഇപ്പോഴത്തെ ഇലക്ഷന്റെ ചൂടും ഈ മൂടും ഒക്കെ വിട്ടിട്ടല്ലേ നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ വിട്ടുകൊടുത്താണ് ഇരിക്കുന്നത്. ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി? നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി അല്ലെ? അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായവരെ ജീവിതത്തിൽ വിജയിച്ചുള്ളൂ. ഒന്നും വിട്ടുകൊടുക്കാതെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് എല്ലാം നേടാമെന്ന് ആരും കരുതണ്ട. എന്നാണോ നമുക്ക് ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്തിറങ്ങാൻ വരുന്നത്, അന്ന് തൊട്ട് നിങ്ങളുടെ ജീവിതത്തിലെ വിസ്ഡം മനസ്സിലാക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വിജയം എന്താണെന്ന് അറിഞ്ഞു തുടങ്ങാൻ പറ്റും. ഇല്ലേ, ആ കംഫർട്ട് സോണിൽ അങ്ങനെ ഇരിക്കുകയുള്ളൂ. അപ്പം സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തേ പറ്റൂ. അങ്ങനെ സാക്രിഫൈസ് ചെയ്ത് വിട്ടുകൊടുക്കേണ്ട സമയത്ത് വിട്ടുകൊടുത്ത് കാര്യങ്ങൾ നേടിയവർ തന്നെയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ വിജയികളായിട്ട്, നമ്മുടെ ഓരോരുത്തരെയും റോൾ മോഡലായിട്ട് നമ്മൾ പലരെയും കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ വിട്ടുകൊടുത്തിട്ട് അവർ നേടിയത് തന്നെയാണ്.